ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ റിപ്പീറ്റ് ബാച്ചും അല്ലെങ്കിൽ മെയിനായിട്ട് മെയിലേക്ക് എക്സാം എഴുതാനുള്ള മക്കൾക്കായിട്ടുള്ള RTP IC അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ RTPയും MTPയും നമ്മുടെ ഒരു ഹിൻഡ് തന്നെയാണ്. എല്ലാ കൊല്ലവും നമ്മൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് പ്രഡിക്ഷൻസ് ഒക്കെ നടത്താറ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഏത് പോർഷൻസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയാറ്. അപ്പോൾ ഇത്തവണയും നമ്മുടെ RTP കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മെയിൽ എക്സാമിലേക്ക് ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. വന്നാൽ നമ്മൾ ലക്കാണ്. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു RTP ആണ് ഇത്തവണ ICA റിലീസ് ചെയ്തത്. എല്ലാ കൊല്ലവും നിങ്ങൾക്കറിയാം ഈ RTPയിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാറില്ല. സാധാരണ ഒരു ഗതിയിൽ RTP വളരെ ഈസി ആവാറാണ് ചാൻസ് കൂടുതൽ. ഒരു 25 ക്വസ്റ്റ്യൻ ഉള്ളൂ. പിന്നെ ആ 25 ക്വസ്റ്റ്യനിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 22 23 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പഠിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ RTP ഒരു ചെറിയ ഒരു എങ്ങനെ ഏത് വഴിക്ക് പോകണം എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. പക്ഷെ MTPയും കൂടെ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഒരു വ്യക്തത നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും RTP ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് നടത്താൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് RTPയിൽ ഡിസ്കഷൻ നടത്തുന്നതിൻ്റെ കൂടെ അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസും അങ്ങനെയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. RTP ഡിസ്കഷൻ മെയിൻലി അങ്ങനെ പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയ് എക്സാം എഴുതാൻ പോണ കുട്ടികളോട് അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എഫേർട്ടിന് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇടുന്ന എഫേർട്ടൊന്നും പോരാ. അതായത് നിങ്ങളൊരു റെഗുലർ ബാച്ചിനിട്ട എഫേർട്ടിനേക്കാളും കുറച്ചുകൂടി അത് നല്ലൊരു പുഷ് കൊടുക്കുക നിങ്ങളെ തന്നെ. അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് നേരെ റെക്കോർഡിങ്സിന് കയറിയതാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ കുട്ടികളോട് പറയും, ഞങ്ങൾ 6 മണിക്കൂർ ഉറങ്ങണ്ടേ സാർ, ഞങ്ങൾ 6 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ എന്താണ് സാർ 7 മണിക്കൂർ ഉറങ്ങണ്ടേ സാർ. കുറച്ചൊക്കെ ഉറക്കം അങ്ങ് കളയണം. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഒരു മാസത്തിനുള്ളിൽ നമ്മളെ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യണം, ആ റിസൾട്ട് നമ്മൾക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ നമ്മളിടുന്ന എഫേർട്ട് അത്രത്തോളം വലുതായിരിക്കണം അവിടെ. ക്ലിയർ? അപ്പോൾ ഒരു RTP ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ് അവിടെ നിന്ന് കിട്ടുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ അത് നന്നായിട്ട് പഠിപ്പിച്ച പോർഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചാൽ നല്ലൊരു റിസൾട്ടിൽ നിങ്ങൾക്ക് ഇത്തവണ കയറി വരാനായിട്ട് സാധിക്കും. അപ്പോൾ നേരെ RTPയിലേക്ക് പോകാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. എനിക്ക് മുഷിപ്പാണ്, കാരണം എല്ലാ ഇൻട്രൊഡക്ഷനും എൻ്റെ സെയിമാണ്. കാരണം RTP MTP ഡിസ്കഷനിൽ ഇൻട്രൊഡക്ഷനൊക്കെ പക്കാ സെയിം ആയിട്ടാണ് വരാറ്. വേറെ ഒന്നും പറയാനില്ലല്ലോ മക്കളെ. ശരി, ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബിസിനസ് എക്കണോമിക്സ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ. അപ്പോൾ ബിസിനസ് എക്കണോമിക്സ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമ്മൾ വളരെ കാര്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഒരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എക്കണോമിക്സാണ് അല്ലേ, ഇവിടെ എക്കണോമിക്സ് ആണ്, ഇവിടെ ബിസിനസ് ആണ്. ഇപ്പം ഈ എക്കണോമിക്സിനെ പിടിച്ച് ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്ന കലാപരിപാടിയാണ് നമ്മുടെ ബിസിനസ് എക്കണോമിക്സ് എന്ന് നമുക്കറിയാം. നമ്മൾ ഈസി ആയിട്ട് നമ്മൾ അങ്ങനെയൊക്കെയാണ് പഠിച്ചു വെച്ചേക്കുന്നത്. എക്കണോമിക്സിനെ പിടിച്ച് ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്ന പരിപാടിനെ നമുക്ക് ബിസിനസ് എക്കണോമിക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ എക്കണോമിക്സിൻ്റെ എക്കണോമിക്സിൽ കുറച്ച് തിയറീസ് ഉണ്ട്. ആരോ മാറിപ്പോയല്ലേ, അങ്ങോട്ട് പോകേണ്ട ആരും ഇങ്ങോട്ടാണ് വന്നത്. യെസ്. അപ്പോൾ എക്കണോമിക്സിലെ കുറച്ച് തിയറീസ്, എക്കണോമിക്സ് പക്ക മോഡൽസും തിയറീസും ആണല്ലോ. അപ്പോൾ എക്കണോമിക് തിയറീനെ പിടിച്ച് ബിസിനസ്സിനെ നമ്മൾ സയൻസ് എന്നാണ് വിളിക്കുന്നത്. നേച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ നേച്ചർ നിങ്ങൾക്ക് ബിസിനസ് എക്കണോമിക്സ് ഈസ് എ സയൻസ് എന്ന് കിട്ടും. കാരണം അത് പ്രാക്ടിക്കൽ സെൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഏതൊരു ബിസിനസ്സും പ്രാക്ടിക്കൽ സെൻസിലാണ്, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മളവിടെ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് പ്രാക്ടിക്കലാണ് അല്ലേ, ബിസിനസ് പ്രാക്ടീസസ്, ഇങ്ങനെയാണ് നമ്മൾ ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. നമ്മുടെ ബുക്കിലൊക്കെ ഇതിൻ്റെ ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയല്ലോ. ഇക്കണോമിക് തിയറീനെ പിടിച്ച് ബിസിനസ് പ്രാക്ടീസസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു കലാപരിപാടിനെയാണ് നമ്മൾ ബിസിനസ് എക്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങളവിടെ പഠിക്കേണ്ടത്, ബിസിനസ് എക്കണോമിക്സിൻ്റെ വേറെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? മാനേജീരിയൽ എക്കണോമിക്സ്. ഓർത്തു വെച്ചോളണേ, മാനേജീരിയൽ എക്കണോമിക്സ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇത് കിട്ടി. ഇനി നേച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് ചോദിച്ചാലോ, നേച്ചർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ എന്ന് പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാം. നേച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്തൊക്കെ എഴുതും? ബിസിനസ് എക്കണോമിക്സ് എന്താണ്? ബിസിനസ് എക്കണോമിക്സ് സയൻസ് ആണ്. ബിസിനസ് എക്കണോമിക്സ് മാക്രോയാണ്. അതിന് മുമ്പ് ബിസിനസ് എക്കണോമിക്സ് മൈക്രോയാണ്. ബിസിനസ് എക്കണോമിക്സ് ആർട്ടാണ്, പ്രാഗ്മാറ്റിക് ആണ്, ഇന്റർ ഡിസിപ്ലിനറി ആണ്.
ഇന്റർഡിസിപ്ലിനറി ആണ്. യൂസ് തിയറി ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. യൂസ് തിയറി ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ് അവിടെ വരും. പിന്നെ നോർമേറ്റീവ് ആണ്. ബിസിനസ് എക്കണോമിക്സ് ഒരു നോർമേറ്റീവ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പഠിക്കേണ്ടത്? നേച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ്. ഇത്രയാണ് ബിസിനസ് എക്കണോമിക്സിന്റെ നേച്ചറായിട്ട് നമ്മൾ പഠിച്ചത്. പിന്നെ സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സിൽ നമുക്കൊക്കെ അറിയാം മൈക്രോ എക്കണോമിക്സ് ഇന്റേണൽ ഇഷ്യൂസ്, മാക്രോ എക്കണോമിക്സ് എക്സ്റ്റേണൽ ഇഷ്യൂസ്, ദെൻ ഇന്റേണൽ ഇഷ്യൂസിന്റെ വേറെ പേര് പഠിച്ചു വെക്കണം, എക്സ്റ്റേണൽ ഇഷ്യൂസിന്റെ വേറെ പേരും പഠിച്ചു വെക്കുക. ദെൻ അവിടെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മൈക്രോയും മാക്രോയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്നതാണ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം വളരെ എളുപ്പമാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ എളുപ്പമാവേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞത് ആരൊക്കെ തമ്മിലുള്ള ബ്രിഡ്ജ് മാറ്റുകയാണ്, ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാണ്. എക്കണോമിക് തിയറിയും ബിസിനസ് പ്രാക്ടീസസും തമ്മിലുള്ള ആ ഗ്യാപ്പ് മാറ്റുന്ന കലാപരിപാടിയാണ് ബിസിനസ് എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ നോക്കുക. ദി കൺസേൺ റിഗാർഡിംഗ് ചേഞ്ചിങ് ഹെൽത്ത് consciousness of consumer highlights which limitation of economic theory in real world decision making. അതായത് ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കൺസേൺ റിഗാർഡിംഗ് ചേഞ്ചിങ് ഹെൽത്ത് കോൺഷ്യസ്നസ് ഓഫ് കൺസ്യൂമർ ഹൈലൈറ്റ് വിച്ച് ലിമിറ്റേഷൻസ് ഓഫ് ഇക്കണോമിക് തിയറി. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ മോറൽ ഹസാർഡ്, അസിമെട്രിക് ഇൻഫർമേഷൻ, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞത്രേ ഉള്ളൂ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ചേഞ്ചിങ് ഹെൽത്ത് കോൺഷ്യസ്നസ് ഓഫ് കൺസ്യൂമർ ഹൈലൈറ്റ് വിച്ച് ലിമിറ്റേഷൻസ് ഓഫ് ഇക്കണോമിക് തിയറി ഇൻ റിയൽ വേൾഡ് ഡിസിഷൻ മേക്കിംഗ് എന്നാ ചോദിച്ചേക്കണം. എന്നിട്ട് അവർ നമുക്ക് തരുന്ന ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയേ. സ്റ്റാറ്റിക് നേച്ചർ ഓഫ് ഡിമാൻഡ് അനാലിസിസ്, excessive reliance on normative assumptions, absence of marginal analysis, then unrealistic ceteris paribus assumption. Ceteris paribus assumption ശരിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. അപ്പോൾ എന്താണ് ഈ സെറ്ററിസ് പാരിബസ്? സെറ്ററിസ് പാരിബസ് അസംഷൻസ് ഒക്കെ നമ്മുടെ മാർഷാൽ ഡിമാൻഡിലും സപ്ലൈയിലും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്ററിസ് പാരിബസ് അസംഷൻസ് എന്ന് വെച്ചാൽ എന്താ? ഡിമാൻഡിൽ പറയുകയാണെങ്കിൽ പ്രൈസ് കൂടിയാൽ എന്ത് കുറയും? ഡിമാൻഡ് കുറയും. പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. അതാണ് നമ്മുടെ സെറ്ററിസ് പാരിബസ് അസംഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ സപ്ലൈയിൽ അത് നേരെ തിരിച്ച് നമുക്ക് പറയാം. പ്രൈസ് കുറഞ്ഞാൽ സപ്ലൈ കുറയും, പ്രൈസ് കൂടിയാൽ സപ്ലൈ കൂടും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് സപ്ലൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് സെറ്ററിസ് പാരിബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് വാക്ക് ഈ ഡിമാൻഡിൽ സപ്ലൈയിലാണ് നമ്മൾ കൂടുതൽ ഈ വാക്ക് കേട്ടേക്കണം. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചത് സെറ്ററിസ് പാരിബസിന് അതർ തിങ്സ് റിമൈൻസ് കോൺസ്റ്റന്റ്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചതാണ് രണ്ട് കേസിലും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഹെൽത്തിൻ്റെ എന്താണ് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ആശങ്കയെ കുറിച്ചൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് വന്നതാണ്. എന്താ ക്വസ്റ്റ്യൻ? കൺസേൺ റിഗാർഡ് അല്ലേ. ഇപ്പോൾ ആരോഗ്യ അവബോധത്തെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. അപ്പോൾ യഥാർത്ഥ ലോകത്തിൽ തീരുമാനമെടുക്കാൻ ഈ സാമ്പത്തിക സിദ്ധാന്തം ഏത് പരിമിതിയാണ് എടുത്തു കാണിക്കുന്നത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്കണോമിക്സ് തിയറിയായി ബന്ധപ്പെട്ട് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യം ആ മേഖലകളെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നു. അതിൻ്റെ ആശങ്ക നമ്മുടെ ഈ റിയൽ വേൾഡിൽ എന്ത് തീരുമാനമെടുക്കാനുള്ള സാമ്പത്തിക സിദ്ധാന്തം എക്കണോമിക് തിയറിയിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള ലിമിറ്റേഷൻസ് ആയിട്ടാണ് കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കണേ. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിക് നേച്ചർ അല്ല. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു പോയിന്റ് അതിനെക്കുറിച്ച് പറയുന്നതാണ്. ദെൻ എക്സസീവ് റിലയൻസ് ഓൺ നോർമേറ്റീവ് അസംഷൻ അല്ല ഇത്. നോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു എന്താണ് പറയുന്നത് വാല്യൂ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് നോർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ മാർജിനൽ അനാലിസിസ് പറഞ്ഞാൽ നമുക്കറിയാലോ മോനെ, മാർഷാലിൻ്റെ മാർജിനൽ അനാലിസിസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്ററിസ് പാരിബസ് അസംഷൻ അൺറിയലിസ്റ്റിക് സെറ്ററിസ് പാരിബസ് അസംഷൻ ആയിരിക്കും അത്. കാരണം അതർ തിങ്സ് സെയിം ആയിട്ട് അതർ തിങ്സിനെ സെയിം ആയിട്ട് നിർത്തണം. നമ്മൾ കേട്ടേക്കണ വാക്ക് വെച്ചുകൊണ്ട് ഒരു അതർ തിങ്സിനെ സെയിം ആയിട്ട് നിർത്തുന്ന ഒരു കലാപരിപാടിയാണ് എന്ത്
സെറ്ററിസ് പാരിബസ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ആ ഒരു വാക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഹെൽത്തിനെ കുറിച്ച് ഈ ഇന്നത്തെ ലിമിറ്റേഷൻസ്, അതായത് ഏത് ലിമിറ്റേഷൻസ് എക്കണോമിക് തിയറി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഓക്കെ, ഏത് പരിമിതിയാണ് അത് ഇപ്പോഴും എന്തായിരിക്കും, നമ്മൾക്ക് സ്റ്റാറ്റിക് അല്ല, എക്സസീവ് റിലയൻസ് അല്ല, ആബ്സെൻസ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി അല്ല, പിന്നെ ഏറ്റവും നമുക്ക് ആ ക്വസ്റ്റിനായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, അൺറിയലിസ്റ്റിക് സെറ്ററിസ് പാരിബസ് അസംഷൻസ് ആയിരിക്കും. ശരിയല്ലേ? കാരണം അവിടെ ഓൾ അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. ഇവിടെ റിയൽ വേൾഡിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു സിനാരിയോ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന അൺറിയലിസ്റ്റിക് സെറ്ററിസ് പാരിബസ് അസംഷനിലേക്ക് കണക്ട് ചെയ്യാം. യെസ്. പിന്നെ ഇവിടെ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ദ കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സോവറിറ്റി, അത് നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പോർഷനാണ് അല്ലേ. കൺസ്യൂമർ സോവറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ കിങ് ആവണം. ഈ കൺസ്യൂമർ കിങ് ആവുന്ന എവിടെയാ? കൺസ്യൂമർ കിങ് ആവുന്ന ക്യാപിറ്റലിസത്തിലാണ്. ഈ ക്യാപിറ്റലിസത്തിൽ കൺസ്യൂമർ കിങ് ആവണമെങ്കിൽ കൺസ്യൂമറുടെ കയ്യിൽ ഫുൾ അധികാരം വരണം. അതായത് കൺസ്യൂമർ ആയിരിക്കണം എല്ലാം തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടോ നോക്കാം. ഗവൺമെന്റ് കൺട്രോൾ വാട്ട് കൺസ്യൂമർ ക്യാൻ ബൈ, അത് വരത്തില്ല. ഗവൺമെന്റിന്റെ കൺട്രോൾ കുറവാണ്. ദെൻ പ്രൊഡ്യൂസേഴ്സ് ഡിസൈഡ് വാട്ട് കൺസ്യൂമർ ഷുഡ് ബൈ, അല്ല. കൺസ്യൂമർ സോവറിറ്റിയുടെ മീനിങ് അതല്ല. ദെൻ ഓൺലി വെൽത്ത് കൺസ്യൂമർ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇവിടെ പറയുന്ന കൺസ്യൂമർ അൾട്ടിമേറ്റ്ലി ഡിറ്റർമൈൻ വിച്ച് ഗുഡ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ത്രൂ ദെയർ പർച്ചേസസ്. ശരിയല്ലേ? ഏത് ഗുഡ് പർച്ചേസ് ചെയ്യണം, എത്രത്തോളം പർച്ചേസ് ചെയ്യണം, അതൊക്കെ കൺസ്യൂമറിന്റെ തീരുമാനങ്ങളാണ്. അല്ല, അവിടെ അതാണ് ഫ്രീഡം എന്ന് പറയുന്നത് അല്ലേ. കൺസ്യൂമർ സോവറിറ്റി, കൺസ്യൂമറാണ് അവിടെ കിങ്. അപ്പോൾ കൺസ്യൂമറിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും അവിടെ പ്രൊഡക്ഷൻ നടത്തേണ്ടത്. അവൻ അവിടെ ചോയ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൺസ്യൂമർക്ക്. ക്ലിയർ? സിമ്പിളാ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അത്. ദെൻ ആർക്കിലാസിസിറ്റി, ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, ഡയറക്റ്റ് ആണ്. ആർക്കിലാസിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഡിമാൻഡിൽ മാത്രമേ വരൂ. ഡിമാൻഡിലുണ്ട്, സപ്ലൈയിലുണ്ട് കേട്ടോ, രണ്ടിലും വരുന്നുണ്ട്. ദെൻ പ്രൈസ് ചേഞ്ച് ഈസ് ഇൻഫിനിറ്റ്സിമൽ എന്നാണ് ചോദിക്കണേ. അല്ല, അത് പോയിന്റ് മെത്തേഡാണ്. പ്രൈസിന്റെ ചേഞ്ച് ഇൻഫിനിറ്റ്സിമൽ ആയിട്ട് വരുന്ന പോയിന്റ് മെത്തേഡാണ്. പ്രൈസ് ചേഞ്ച് ഈസ് ഡിമാൻഡ് കർവ് ഈസ് വെർട്ടിക്കൽ, അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. ആർക്കിലാസിസിറ്റിയിൽ ഡിമാൻഡ് കർവ് വെർട്ടിക്കൽ അല്ല, ഒരു ആർക്ക് ഷേപ്പ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ഡിമാൻഡ് കർവിന്റെ ഷേപ്പ്. ദെൻ ഡിമാൻഡ് കർവ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, അപ്പോൾ അതുമല്ല, കാരണം ആർക്ക് ഷേപ്പാണ് നമ്മൾ പഠിച്ചു. ദെൻ പ്രൈസ് ചേഞ്ച് ഈസ് ലാർജ് അല്ലെ, സംവാട്ട് ലാർജർ. പ്രൈസിൻ്റെ ചേഞ്ച് വളരെ വലുതാവുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ പേരാണ് ആർക്കിലാസ്റ്റിസിറ്റി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ കൂടുതൽ അതിലൊന്നും പറയാനില്ല. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസ്, നിങ്ങൾക്ക് ഒറ്റ ഒരു യൂസിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. മെഷീനറി ഒറ്റ യൂസ് അല്ല. ഫാക്ടറി, ബിൽഡിങ്, അയ്യോ ബിൽഡിംഗ് ഒക്കെ ഫിക്സഡാണ്, ഡ്യൂറബിളാണ്, ഇതൊക്കെ ഡ്യൂറബിളാണ്. ടൂൾസ്, ഇതൊക്കെ ഡ്യൂറബിളാണ്, എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കും. പക്ഷേ റോ മെറ്റീരിയൽ സിംഗിൾ യൂസാണ്. കാരണം ഈ റോ മെറ്റീരിയൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ തിരിച്ചിതിന് നമുക്ക് റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. മീൻസ് റോ മെറ്റീരിയൽ ആയിട്ട് വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ആ ഒരു സിംഗിൾ യൂസിൽ ആ റോ മെറ്റീരിയലിൻ്റെ ഉപയോഗം നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ റോ മെറ്റീരിയൽ ഔട്ട്പുട്ട് ആവും. അപ്പോൾ ആ റോ മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. സിംഗിൾ യൂസ് ആണ് റോ മെറ്റീരിയൽ എന്നുള്ളത്. ദെൻ ഇത് ഭയങ്കര സിമ്പിളാണ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയാവുന്നതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. കോസ്റ്റ് ഓൾറെഡി ഇൻക്വേർഡ്, പിന്നെ തിരിച്ചു കിട്ടത്തില്ല, അതാണ് സങ്ക് കോസ്റ്റ്. ക്യാഷ് പേയ്മെൻറ്റ് വരുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അല്ലേ? അതെ, ക്യാഷ് പേയ്മെൻറ്റ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റാണ്. അങ്ങനെ നമ്മൾ പഠിപ്പിച്ചാണ്. ഫോഗോൺ ഓൾട്ടർനേറ്റീവ്, അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. ദെൻ കോസ്റ്റ് ഓഫ് സെൽഫ് ഫണ്ട് ഫാക്ടേഴ്സ്, അത് ഇംപ്ലിസിറ്റ് കോസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ സങ്ക് കോസ്റ്റ് B1, ബി ഇവിടെയും ഇവിടെ ഒന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് C2 ഇവിടെയാണ്. അപ്പോൾ ഇവനെ വെട്ടി, നമ്മൾ ബീനെ വെട്ടി. ദെൻ D4 ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി വെട്ടിക്കളഞ്ഞതാ, ഓപ്ഷൻ വെട്ടി. ഇത് പിന്നെ നമുക്ക് ഇല്ലാത്തൊരു ഓപ്ഷനാണ് വെട്ടി. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. പിന്നെ എയിലേക്ക് പോകേണ്ട ആവശ്യം പോലുമില്ല. ഇംപ്ലിസിറ്റ് കോസ്റ്റ് 3. അപ്പോൾ ആൻസർ ഏതാണ്? എ. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതും കിട്ടി. എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ?
നമ്മൾ നമ്മൾ എപ്പോഴും എക്സ്ചേഞ്ച് റേറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഒരു കറൻസിയുടെ വാല്യൂ മറ്റൊരു കറൻസിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പോനെ? എക്സ്ചേഞ്ച് റേറ്റ്. നമ്മളതാ പഠിച്ചല്ലേ? എക്സ്ചേഞ്ച് വാല്യൂ റിഫേഴ്സ് വാല്യൂ ഓഫ് വൺ കറൻസി അല്ലെങ്കിൽ കമ്മോഡിറ്റി ഇൻ ടേംസ് ഓഫ് അതർ ഗുഡ്സ്. നമ്മൾ ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ മറ്റൊരു കമ്മോഡിറ്റിയുടെ ബേസിസിൽ പറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്ചേഞ്ച് വാല്യൂ. അപ്പോൾ ഇതിൽ ആൻസർ ഏതാന്ന് നോക്കിയാൽ സിമ്പിൾ അല്ലേ? യൂസ്ഫുൾനെസ് അല്ല, സെന്റിമെന്റൽ വർത്ത് അല്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ല, ഇറ്റ്സ് കമാൻഡ് ഓവർ അതർ ഗുഡ്. അതല്ലേ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ മീനിങ് അല്ലേ? അതർ ഗുഡ്. കുഴപ്പമില്ലോ? അപ്പോൾ ഒരു ഗുഡ് ഇത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് പകരം എത്ര കിട്ടും എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആൻസർ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് കേട്ടോ. പക്കാ ഡയറക്റ്റ് ക്വസ്റ്റൻ. വിച്ച് ഓഫ് ദ മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്ട്രീം പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ? പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ അങ്ങേയറ്റമുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു മാർക്കറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ അല്ലേ? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ അതിൻ്റെ ഏറ്റവും പീക്കിലാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. പിന്നെ ഒളിഗോപ്പൊളിയിലും പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ വരുന്നുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയില്ല, അവിടെയുണ്ട്. യെസ്. പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് situation would definitely result in the stable equilibrium being achieved through market mechanism alone? മാർക്കറ്റ് മെക്കാനിസം വഴി, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വഴി മാത്രം എന്താണ് നമുക്ക് പോസിബിൾ ആവണം? ഇക്വിലിബ്രിയം പോസിബിൾ ആവണം. അതെ, ഏതാണ് താഴ്ത്തത്? പ്രൈസ് സീലിംഗ് അല്ല. സീലിംഗ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ്. പ്രൈസ് ഫ്ലോർ അതും ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഫിക്സ്ഡ് അതും ഗവൺമെന്റ് ആണ്. ദെൻ ഇനീഷ്യൽ പ്രൈസ് എബോവ് ഇക്വിലിബ്രിയം വിത്ത് നോ എക്സ്റ്റേണൽ ഇന്റർവെൻഷൻ. എലിമിനേഷൻ മെത്തേഡ് എടുത്തു, നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൺസ്യൂമറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ എബോവ് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ ഒരു ബിലോ പ്രൈസ് സെറ്റ് ചെയ്യുന്നതാണ് പ്രൈസ് സീലിംഗ്. ദെൻ പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ ഒരു എബോവ് സെറ്റ് ചെയ്യുന്നതാണ് പ്രൈസ് ഫ്ലോർ. ദെൻ ഗവൺമെന്റ് ഒരു പ്രൈസ് ലാസ്റ്റത്തെ ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന പ്രൈസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും വരത്തില്ല. ദെൻ ഇനീഷ്യൽ പ്രൈസ് എബോവ് ഇക്വിലിബ്രിയം. ദെൻ അത് ഒരു കുഴപ്പമില്ലാതെ എന്താണ് എക്സ്റ്റേണൽ ഇന്റർവെൻഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ അതിലേക്ക് എത്തിക്കും, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കും. Then phase where unemployment is mainly frictional and structural, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് അല്ലേ? ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എവിടെയാണ് കാണാൻ സാധിക്കുക? എക്സ്പാൻഷൻ, റിക്കവറി ഫേസിൽ. പക്ഷെ അവിടെ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. റിക്കവറി ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്നാ പ്രശ്നം? നമുക്ക് അവിടെ എക്സ്പാൻഷൻ കിട്ടിയില്ലോ. ദെൻ ഡിഫ്ലേഷണറി ഗ്യാപ്പ് അറിയാലോ. ഡിഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലെസ് ദാൻ ചേഞ്ച് ഇൻ ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഇൻകം. ഇതാണ് ഡിഫ്ലേഷണറി ഗ്യാപ്പ്. അപ്പൊ അങ്ങനത്തെ ഒരു വാക്കോ അങ്ങനെ എന്തെങ്കിലും പറയുന്ന ഒരു മീനിങ്ങോ അവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് മക്കൾ നോക്കി. എക്സസ് ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട് ഓവർ പൊട്ടൻഷ്യൽ GDP അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ്. എക്സസ് എന്ന് പറയുന്നത് തെറ്റ്. ദ റിഡക്ഷൻ ഇൻ പ്രൈസ് ലെവൽ ഡ്യൂ ടു കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി. ഇതല്ലല്ലോ അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ഇൻഫ്ലേഷൻ ആൻഡ് ടാർഗറ്റ് ഇൻഫ്ലേഷൻ റേറ്റ് അല്ലല്ലോ. അതൊക്കെ ഇൻഫ്ലേഷനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഡിഫ്ലേഷൻ അല്ലേ വേണ്ടേ? ദ ഷോർട്ട് ഫാൾ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. കണ്ടോ, ഡിമാൻഡ് കുറഞ്ഞു. ഡിമാൻഡ് കുറവാ. അടഞ്ഞായിരിക്കണം ഡിമാൻഡ്. നേരെ ഇതുണ്ടോ, അടഞ്ഞിരിക്കുകയാണ്. റിക്കോർഡ് ടു അച്ചീവ് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഇൻകം. ഡിമാൻഡ് കുറവാണ് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഇൻകത്തിനേക്കാളും. അപ്പോൾ ബി ആണ് ആൻസർ. ക്ലിയർ? നെറ്റ് ഡിവിസിബിൾ പൂൾ. നെറ്റ് ഡിവിസിബിൾ പൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കണം. നമ്മൾ പറഞ്ഞ ചാപ്റ്ററുകളുടെ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ഡിവിസിബിൾ പൂൾ എന്താണെന്ന് കിട്ടും. ആ നെറ്റ് ഡിവിസിബിൾ പൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, ഓൾ യൂണിയൻ ടാക്സസ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചു. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഓൾ യൂണിയൻ ടാക്സസ് എക്സ്ക്ലൂഡിങ് സെസ് ആൻഡ് സർചാർജസ് കേട്ടോ. ഇതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള യൂണിയൻ ടാക്സസിനെ നമുക്ക് നെറ്റ് ഡിവിസിബിൾ പൂൾ എന്നാണ് പറയുന്നത്. അതാണ് നെറ്റ് ഡിവിസിബിൾ പൂൾ കൺസിസ്റ്റ് ചെയ്യുന്നത്. അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഒരു ഡെഫിനിഷനാണ്. വിച്ച് സിറ്റുവേഷൻ ബെസ്റ്റ് ഇല്ലസ്ട്രേറ്റ് അഡ്വേഴ്സ് സെലക്ഷൻ? സിമ്പിൾ അല്ലേ? അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ച അഡ്വേഴ്സ് സെലക്ഷൻ ആൻഡ് മോറൽ ഹസാർഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെല്ലർ ഹൈഡ് പ്രൊഡക്റ്റ് ഡിഫക്റ്റ് ബിഫോർ സെയിൽ. കണ്ടോ, അത് ഒന്നെങ്കിൽ ബയ്യേഴ്സിന് ഇൻഫർമേഷൻ അറിയാം, അല്ലെങ്കിൽ സെല്ലേഴ്സിന് ഇൻഫർമേഷൻ അറിയാം. അപ്പോൾ അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഡ്രൈവർ അതൊന്നല്ല, നേരെ ചൊവ്വയല്ല, അതൊന്നുമല്ല. കൺസ്യൂമർ ഓവർ യൂസ് സബ്സിഡി ഹെൽത്ത് കെയർ അല്ല. ഗവൺമെന്റ് ഫിക്സസ് മീൻ അതുമല്ല. അത് ഈ അഡ്വേഴ്സ് സെലക്ഷൻ ആൻഡ് മോറൽ ഹസാർഡ്, അസിമെട്രിക് ഇൻഫർമേഷൻ, ഇവിടെ ഇതൊക്കെ വരുന്നത് ഒന്നെങ്കിൽ സെല്ലർക്ക് ഇൻഫർമേഷൻ അറിയാം, അല്ലെങ്കിൽ ബയ്യർക്ക് ഇൻഫർമേഷൻ അറിയാം. ആ ഒരു കേസസിലായിരിക്കും. അപ്പോൾ ഇവിടെ സെല്ലർ ഹൈഡ് ചെയ്യാണ് എന്ത്? പ്രൊഡക്റ്റിൻ്റെ ഡിഫക്ട്സ്.
അപ്പോൾ പുള്ളിക്ക് അതിനെക്കുറിച്ചുള്ള ബോധമുള്ളൂ. അതാണ് അഡ്വേഴ്സ് സെലക്ഷൻ. എന്നിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് പോയി പർച്ചേസ് ചെയ്യും കൺസ്യൂമേഴ്സ്. വിച്ച് ആർ ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് സബ്ജക്റ്റഡ് ടു വോട്ടിംഗ് ബൈ പാർലമെന്റ് അല്ലേ? ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് 14ാമത്തെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുന്ന സാധനമാണ്. ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുന്ന സാധനമാണ്. ആഡ് ചെയ്യാത്ത സാധനം ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ പബ്ലിക് ഡെപ്റ്റ്. അപ്പം അതിൻ്റെ ആൻസർ ഇൻട്രസ്റ്റ് ഓൺ പബ്ലിക് ഡെപ്റ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ഈ പറഞ്ഞ 3 കാര്യങ്ങളും എക്സ്പെൻഡിച്ചറിൽ ആഡ് ചെയ്യപ്പെടും. ഓക്കെ, ക്രെഡിറ്റ് മൾട്ടിപ്ലയർ ഈസ് ഡിഫർ ഫ്രം, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ക്രെഡിറ്റ് മൾട്ടിപ്ലയർ ഈസ് ഡിഫർ ഫ്രം മണി മൾട്ടിപ്ലയർ. ഓക്കെ, എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കാണ് അതെന്താണ് കാണിച്ചു തന്നെയെന്ന് വെച്ചാൽ. ഇപ്പോൾ ക്രെഡിറ്റ് മൾട്ടിപ്ലയർ ഡിഫർ ഫ്രം മണി മൾട്ടിപ്ലയർ മെയിൻലി ബിക്കോസ് ക്രെഡിറ്റ് മൾട്ടിപ്ലയർ അസ്യൂംസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചൊരു സാധനമുണ്ട്, നിങ്ങൾ പഠിച്ചൊരു ഡെഫിനിഷൻ ഉണ്ട് ഈ ക്രെഡിറ്റ് മൾട്ടിപ്ലയറുമായി ബന്ധപ്പെട്ട്. ക്രെഡിറ്റ് മൾട്ടിപ്ലയർ ആൻഡ് മണി മൾട്ടിപ്ലയർ ആർ റിലേറ്റഡ് കോൺസെപ്റ്റ് അല്ലേ? ഇത് രണ്ടും നമുക്ക് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. പക്ഷെ അവർ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അസംഷൻ എന്താ? ദ ക്രെഡിറ്റ് മൾട്ടിപ്ലയർ അസ്യൂംസ് ദാറ്റ് ബാങ്ക് ലെൻഡ് ഔട്ട് ഓഫ് ഓൾ എക്സസ് റിസർവ് ആൻഡ് ദെയർ ഈസ് നോ കറൻസി ലീക്കേജ്. ശരിയല്ലേ? അതായത് അവരൊരു അസംഷനാ ഈ ക്രെഡിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും മക്കളെ? അവരുടെ എക്സസ് റിസർവ്, ഈ സൂക്ഷിച്ചതിന് ശേഷമുള്ള CRR SLR ആയിട്ട് സൂക്ഷിക്കണമല്ലോ പൈസ, അതിനുശേഷം വരുന്ന എക്സസ് റിസർവ്. അപ്പോൾ റിസർവ് ഒന്നുമില്ല, നോ എക്സസ് റിസർവ്. അവിടെ ഒരു തരത്തിലുള്ള റിസർവ് ഇല്ല. കാരണം CRR SLR ആയിട്ട് സൂക്ഷിച്ചതിന് ശേഷമുള്ള ബാക്കി പൈസ ഇവർ ലെൻഡ് ചെയ്യാണ്. അപ്പോൾ ബാക്കി പൈസ ചുമ്മാ ഇവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അവിടെ എക്സസ് റിസർവ് ഇല്ല. അപ്പോൾ ഒരു തരത്തിലുള്ള എന്തുമില്ല, കറൻസിയിൽ ലീക്കേജ് ഇല്ല. കാരണം ട്രാൻസാക്ഷൻസ് മൊത്തം ബാങ്ക് ത്രൂ ആണ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് ഇവർ തമ്മിലുള്ള. ഇവിടെ ഒരു എക്സസ് റിസർവ് അവിടെ വരുന്നില്ല. ഇത് തന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സസ് റിസർവ് അതായത് അവർക്ക് റിക്വേർഡ് റിസർവിന് ശേഷം അവരുടെ കയ്യിൽ വരുന്ന എക്സസ് റിസർവ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നോ എക്സസ് റിസർവ് എന്നാണ്. കാരണം അവർ മൊത്തം പൈസ ആൾക്കാർക്ക് കൊടുക്കുകയാണ്. ദെൻ അതുകൊണ്ട് തന്നെ കറൻസി ലീക്കേജ് അവിടെ വരാൻ ചാൻസ് ഇല്ല. കാരണം ഫുൾ പൈസ കൊടുക്കുന്നതുകൊണ്ട് ട്രാൻസാക്ഷൻസ് എന്ത് വഴിയാണ് നടക്കുന്നത്? ബാങ്ക് വഴിയാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ലീക്കേജസ് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. കാരണം ഫുൾ പൈസ എക്കണോമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതായത് ഇഞ്ചക്ഷൻ ആയിട്ടാണ് വരുന്നത്, ലീക്കേജ് ആയിട്ടൊന്നും പോകുന്നില്ല. Then Heckscher-Ohlin theory fails to explain extensive intra-industry trade primarily because അതായത് Heckscher-Ohlin theorem ഫെയിലായി. അപ്പോൾ Heckscher-Ohlin theorem ഫെയിൽ ആവാനുള്ള കാരണമാണ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഇൻഡസ്ട്രി ട്രേഡ് ബിക്കോസ്. അപ്പോൾ Heckscher-Ohlin തിയറി എന്നാ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഇവിടെ നിന്ന് ലേബർ ഇൻറ്റൻസീവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവിന് കൊടുക്കുക. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ലേബർ ഇൻറ്റൻസീവിന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ തമ്മിലുള്ള ട്രേഡ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ ഇഗ്നോർ ചെയ്തു അതൊന്നുമല്ല, അതൊക്കെ അവിടെ ഉണ്ട്. ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷന് അത് കാരണമല്ല. ട്രീറ്റ് പ്രൊഡക്റ്റ് ആസ് ഹോമോജീനിയസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പറയാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് ഹോമോജീനിയസ് അല്ലല്ലോ. ഓക്കെ, ഇവർ പറഞ്ഞു അസ്യൂം കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അതായത് ഇവിടെ നിന്ന് ഒരു പ്രൊഡക്റ്റ് അങ്ങോട്ട് കൊടുത്തു, ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവന്മാർ ഇങ്ങോട്ടേക്ക് വാങ്ങുന്നു. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് റിട്ടേൺസ്, അത് അവിടെ നീക്കൂല ഇവിടെ നീക്കൂല. അപ്പോൾ ആ ഒരു കോൺസ്റ്റന്റ് റിട്ടേൺസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊഡക്ഷനിൽ പഠിച്ച കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കലും എന്താണ് HO തിയറം ഫെയിൽ ആവുകയാണ്. ഈ പറഞ്ഞ കാര്യം ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ HO തിയറം എന്ത് ചെയ്യുന്നുണ്ട്, ഫെയിൽ ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇൻക്രീസിങ് റിട്ടേൺസിനെ കുറിച്ചോ ഡിക്രീസിങ് റിട്ടേൺസിനെ കുറിച്ചോ ഒന്നുമല്ല അവർ സംസാരിക്കുന്നത്, ജസ്റ്റ് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് കേട്ടോ. ദെൻ ഇത് നിങ്ങൾക്കറിയാം, താരിഫ് റേറ്റ് ക്വാട്ടാന്ന് പറഞ്ഞാൽ താരിഫ് കൊണ്ട് ക്വാട്ടേണ്ടതുണ്ട്. ക്വാണ്ടിറ്റി റെസ്ട്രിക്റ്റ് ചെയ്തു വിത്ത് ഡിഫറൻഷ്യൽ താരിഫ് റേറ്റ്. അതായത് എക്സസ് ആയിട്ട് വരുന്ന സാധനത്തിന് ഭയങ്കര താരിഫ് നമ്മൾ അതിൻ്റെ വണ്ടിയിലേക്ക് ഇടും. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതിൽ കൂടുതൽ അവിടെ നമുക്ക് എനിക്ക് തോന്നല്ല പറയണം എന്നുള്ളത്. അണ്ടർ ദ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സെൻട്രൽ ബാങ്ക് 1993 ഓൺവേർഡ്സ് തൊട്ട് രാജ്യത്ത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇന്റർവെൻഷൻ ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് പ്രൈമർലി ഇൻഫ്ലുവൻസസ് എന്തായിരിക്കും? സിമ്പിൾ, മാർക്കറ്റ് എക്സ്പെക്ടേഷൻ അബൌട്ട് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ് ഉണ്ടോ? മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് കയറി അങ്ങ് ഇടപെടും. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഇന്റർവെൻഷൻ ഈസ് മോസ്റ്റ് എഫക്റ്റീവ്
വെൻ ഇറ്റ് പ്രൈമർലി ഇൻഫ്ലുവൻസ് എന്തായിരിക്കും? ഉറപ്പായിട്ടും മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ അബൌട്ട് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെൻ്റ് ആയിരിക്കും. അത് ട്രേഡ് വോളിയം അതൊന്നുമല്ല, ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷനോ ലോങ് ടൈം ക്യാപിറ്റൽ മൂവ്മെൻറ്റിനെ കുറിച്ചൊന്നുമല്ല. അതായത് മാർക്കറ്റ് കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് കയറി അങ്ങ് ഇടപെടും. ഓക്കെ, അതാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. കാരണം സെൻട്രൽ ബാങ്ക് വന്നിട്ട് ഒരു എക്സ്ചേഞ്ച് റേറ്റ് അങ്ങ് തീരുമാനിക്കുമല്ലേ മക്കളെ അവിടെ. ദെൻ ക്രൈസിസ് ഓഫ് കോൺഫിഡൻസ് 1991. നമ്മൾ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ 1991 ഒരു കാര്യം പറയുമ്പോൾ 1991 നമ്മൾ 1990s നമ്മൾ പട്ടിണിയായി, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു, ഒന്നിനും പൈസ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ 1991 ന്യൂ ഇക്കണോമിക് പോളിസിയിലേക്ക് നമ്മൾ പോയെന്ന് നമ്മൾ സംസാരിക്കാറുണ്ട്. അത് തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഫാൾസ് ഫ്രം $1.2 ബില്യൺ സഫിഷ്യൻറ്റ് ഫോർ ഓൺലി 2 weeks ഓഫ് ഇമ്പോർട്ട്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോയി. 2 ആഴ്ചത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിലുള്ളൂ. ആ ഒരു സമയത്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്, ഇന്ത്യ ന്യൂ ഇക്കണോമിക് റിഫോംസിലേക്ക് പോകുന്നത്. ഓക്കെ, സെറ്റ്. അത് അങ്ങനെ തന്നെ പഠിപ്പിച്ചാൽ നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ വിടുന്നത്. ദെൻ മെത്തനോൾ ഇക്കണോമി അല്ലേ, കൺവേർട്ട് എയിംഡ് ടു റെഡ്യൂസിങ് ഇന്ത്യാസ് ഓയിൽ ബിൽ, കൺവേർട്ടിങ് കോൾ റിസർവ് ഇൻ ടു ക്ലീനർ ഫ്യൂവൽ. കണ്ടോ, നൈസായിട്ട് അവിടെ ക്ലീനർ ഫ്യൂവൽ എന്നിട്ടാണോ? കാരണം അതിൻ്റെ ആൻസർ ഏതാ? അവിടെ മെത്തനോൾ ഇക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ മെത്തനോൾ ഇക്കോണമി. അത് പഠിക്കണം, നീതി ആയോഗ്. ഇതൊക്കെ പഠിപ്പിച്ച ഹിന്ദു ഗ്രോത്ത് റേറ്റ് 3.5%. ഏത് ഡെക്കേഡ്? ഡെക്കേഡ് ആഫ്റ്റർ 3 decade ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അത് ഏതായിരിക്കും? 1950, 80, 50, 80 അങ്ങനെ പഠിപ്പിച്ച് ഓർക്കണ്ടോ? 50, 80 എന്ന് ഓർത്ത് വെക്കാനാണ് പഠിപ്പിച്ച് തന്നേക്കണേ. യെസ്. ദെൻ അണ്ടർ ദ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് RBI deemed to have failed if inflation. മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് നിങ്ങൾക്കറിയാം. അപ്പർ ടോളറൻസ് ലെവല്, ലോവർ ടോളറൻസ് ലെവല്, അതല്ലേ മോനെ? അപ്പർ ടോളറൻസ് ലെവല്, ലോവർ ടോളറൻസ് ലെവലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു കറക്റ്റ് ഒരു കണക്കുണ്ട്. 2 consecutive quarters എന്നവിടെ പറയുന്നുണ്ട്, 3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് നമുക്ക് ICA തന്ന വലിയൊരു ഹിൻ്റാണ്. എക്സീഡ് അപ്പർ ഓർ ലോവർ ടോളറൻസ് ലിമിറ്റ് ഫോർ ദ 3 consecutive quarters. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളണം കേട്ടോ. അവിടെയാണ് ഫെയിലിയർ ആവുന്നത്. നമുക്ക് അങ്ങനെ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് ഈ അപ്പർ ടോളറൻസ് ലെവലും ലോവർ ടോളറൻസ് ലെവലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഫെയിലിയറിനെ കുറിച്ചൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പർ ടോളറൻസ് ലെവലോ ലോവർ ടോളറൻസ് ലെവലോ പോകാൻ പാടില്ല. അത് എത്രയാണെന്ന് ഓർത്ത് വെച്ചോളണം. ലിമിറ്റ് ഫോർ 3 consecutive quarters ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അവർ 2 എന്നൊക്കെ തരും, അപ്പോൾ 3 ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് ജനറൽ, ഈ മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസി ഒക്കെ ജനറൽ ചാപ്റ്ററാണ് മോനെ. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ച് പ്രതീക്ഷിക്കണം. അവിടെ നിന്ന് ഒരുപാട് വരത്തുമില്ലല്ലോ, 2 ക്വസ്റ്റ്യനൊക്കെയാണ് അവിടെ നിന്ന് വരുള്ളൂ. പക്ഷെ പ്രതീക്ഷിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിമിറ്റ്സ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഫിസിക്കൽ പോളിസി? 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി എന്നായിരിക്കും? വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിമിറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ്? നമുക്കറിയാം, ഫ്ലെക്സിബിൾ അല്ല, ഹൈ ടാക്സ് ആയതുകൊണ്ടല്ല, ബാലൻസർ അല്ല, ടൈം ലാഗാ, ഭയങ്കര ലാഗ്. എന്തൊക്കെ ലാഗാ നമ്മൾ പഠിച്ചാണ്? റെക്കഗ്നിഷൻ ലാഗ്, ഡിസിഷൻ ലാഗ്, ഇംപ്ലിമെൻറ്റേഷൻ ലാഗ്, ഇമ്പാക്റ്റ് ലാഗ്. ഇത്രയും ലാഗുള്ളൊരു പരിപാടിയാണ് എന്ത്? നമ്മുടെ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ കാരണം. ഓക്കെ. കൺസ്യൂമർ സർപ്ലസ് ക്യാൻ ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ്. കൺസ്യൂമർ സർപ്ലസ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഇങ്ങനെ. ഡിമാൻഡ് കർവ്, പ്രൈസ് ലൈൻ, ഈ ഭാഗമാണ് കൺസ്യൂമർ സർപ്ലസ് നമ്മൾ വിളിക്കാറ്. ഈ ഭാഗമാണ് കൺസ്യൂമർ സർപ്ലസ് ആയിട്ട് പരിഗണിക്കുന്നത്. അങ്ങനെയാണ് ഈ കൺസ്യൂമർ സർപ്ലസ് എവിടെയായിരിക്കും മോനെ? പ്രൈസിൻ്റെ അപ്പർ പോർഷൻ അല്ലേ? ഒരു ട്രയാങ്കിൾ അവിടെ കിട്ടി, ട്രയാങ്കിൾ ഏരിയ, അതായത് ഡിമാൻഡ് കർവിൻ്റെ ബിലോ. ശരിയാ, അതേ കണ്ടോ, ട്രയാങ്കുലർ അല്ലേ? ഡിമാൻഡ് കർവിൻ്റെ ബിലോ എന്നും കിട്ടി. ആൻഡ് എബവ് പ്രൈസ് ലൈൻ. എന്താ കണ്ടോ, കറക്റ്റ് സാധനം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് താഴെ ഇങ്ങനെ ഒരു കർവ് കൂടെ വരച്ചു വിട്ടാൽ ഇത് സപ്ലൈ കർവായി. ഇങ്ങനെ വരച്ചത് സപ്ലൈ കർവായി. ഈ ഏരിയ പ്രൊഡ്യൂസർ സർപ്ലസ് എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മിക്കവാറും പ്രൊഡ്യൂസർ സർപ്ലസും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ.
കൺസ്യൂമർ സർപ്ലസ് തന്നെ ക്വസ്റ്റ്യൻ വന്നെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ പ്രൊഡ്യൂസർ സർപ്ലസും ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ബാൻഡ് വാഗൺ എഫക്റ്റ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ ലീഡ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? ബാൻഡ് വാഗൺ എഫക്റ്റ് എന്താ? ബാൻഡ് വാഗൺ എഫക്റ്റ് ഇമിറ്റേഷനാ. അപ്പോൾ ഡിക്രീസ് ദ ഡിമാൻഡ് അല്ല, നോ ചേഞ്ച് ഡിമാൻഡ് അല്ല, പെർഫെക്റ്റ്ലി അല്ല. ഇൻക്രീസ് ഡിമാൻഡ്, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ കൺസംഷനെ കോപ്പി ചെയ്യും. അപ്പോൾ ഡിമാൻഡ് കൂടും. ബിക്കോസ് അതർ ആർ ഓൾസോ കൺസ്യൂമിങ് ദ സെയിം കമ്മോഡിറ്റി. മറ്റുള്ളവർ അത് വാങ്ങുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സെയിം സാധനം നമ്മൾ കൺസ്യൂം ചെയ്യും എന്ന് പറയുന്നതാണ് ബാൻഡ് വാഗൺ എഫക്റ്റ് അല്ലേ. ഡെമോൺസ്ട്രേഷൻ ഒന്ന് ഓർത്ത് വെക്കണം. പുവർ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡെഫിനിഷൻ ഞാൻ വന്നാൽ പണി പാളരുതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ RTP വലിയ തിരക്കുകൾ. അപ്പോൾ ഈ RTP വന്നാലും ഒരു 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ പാടാന്ന് തോന്നുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാ. നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ ഒരു പാടാന്ന് തോന്നാൻ കാരണം 2 ക്വസ്റ്റ്യൻസ്, മാക്സിമം പോയി 2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം നമുക്ക് ഭയങ്കര എളുപ്പം. നമ്മുടെ ഇത്തവണത്തെ RTP അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന RTP ആണ്, അല്ലാതെ വലിയ പാടുള്ള RTPയോ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത RTP ഒന്നും അത് അല്ല. ഇത് നമ്മളെ കൊണ്ട് കൂടാത്ത ക്വസ്റ്റ്യൻസും അല്ല. ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു RTP ആണ് ഇത്തവണ വന്നേക്കുന്നത്. അപ്പോൾ ഒരു 25 ക്വസ്റ്റ്യനിൽ എങ്ങനെ പോയാലും നമുക്ക് 23 വേണ്ട 22, അതും ഇല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും അല്ലേ. ഒരു 5 മാർക്ക് നമ്മൾ പോയാലും ബാക്കി 20 ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? മാക്സിമം RTPയിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം മാത്രം പഠിക്കണം എന്നല്ല പറയണേ, അതും പഠിക്കണം. ബാക്കി എല്ലാം കവർ ചെയ്യുന്ന പോർഷൻസ് ഫുള്ള് പഠിക്കണം. പിന്നെ എപ്പോഴും വെയിറ്റേജ് അനുസരിച്ച് പഠിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ചാപ്റ്റർ 2ഉം ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 6 പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ട് ചാപ്റ്റർ 6, കാരണം അതിൽ നിന്ന് 10 മാർക്കേ ഉള്ളൂ. 6ാമത്തെ ചാപ്റ്റർ തൊട്ട് 10ാമത്തെ ചാപ്റ്റർ വരെ നിങ്ങൾക്ക് 10 മാർക്കാണ്. പക്ഷെ അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കര കാര്യമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല ആ ചാപ്റ്ററുകൾ, ആ ചാപ്റ്ററിലെ കണ്ടന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യങ്ങളെ അവിടെയുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ എഫേർട്ടാണെന്ന് ഓർക്കുക. പ്രത്യേകിച്ച് റിപ്പീറ്റ് എഴുതുന്ന കുട്ടികൾക്ക് ഒന്നാമത് നമ്മൾ ഫെയിലായി, അതിൻ്റെ ഒരു സങ്കടവും, വീട്ടുകാരുടെ കുത്തും ഉണ്ടാവും, നാട്ടുകാരുടെ കുത്തുണ്ടാവും, കസിൻസ് ഫ്രണ്ട്സിൻ്റെ കുത്ത്, ഇനി ഏതും പോരാഞ്ഞിട്ട് ഇവരാരും കുത്തിയില്ലെങ്കിൽ എൻ്റെ കുത്ത് അല്ലേ, ഞാൻ നന്നായിട്ട് കുത്തും. അപ്പോൾ എൻ്റെ കുത്തൊക്കെ നിങ്ങൾ ഫേസ് ചെയ്ത് നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയി. നിങ്ങൾക്ക് സമയവും കുറവ്, ചിലർക്ക് ഫൈനാൻഷ്യൽ ബേർഡൻ ഉണ്ടാവും, ചിലവർക്ക് ടൈമിൻ്റെ കൺസ്ട്രെയിൻ്റ് ആയിരിക്കും ഭയങ്കര കൂടുതലായിട്ട് വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ തരത്തിലൊക്കെ ബേർഡൻ നിങ്ങളെ ചുറ്റിപ്പറ്റി വന്നാലും, ഏതൊക്കെ തരത്തിലുള്ള ടൈം നിങ്ങൾക്ക് അനുകൂലമല്ലാതെ വന്നാലും, നമ്മളൊക്കെ ഒന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അതായത് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ എഫേർട്ട് ഇടാൻ തുടങ്ങിയാൽ ആ സാധനമൊക്കെ നമ്മുടെ കൂടെ പോന്നോളും. അതിനപ്പുറത്തേക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പിള്ളേരോട് സംസാരിക്കുമ്പോൾ ഞാൻ പിള്ളേരോട് ഒരു സെൻറ്റൻസ് ഒക്കെ പറയുമ്പോൾ ചിലവർ ചിരിക്കും, ചിലവർക്ക് അത് അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറയും, ഈ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോയി കിടക്കൂലേ. അപ്പോൾ കിടക്കുമ്പോൾ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പഠിക്കുന്ന സമയത്ത് പോയി കിടക്കും, ഉറക്കം വന്നിട്ടായിരിക്കും പോയി കിടക്കുന്നത്, അല്ലെങ്കിൽ മടുത്തിട്ടായിരിക്കും പോയി കിടക്കുന്നത്. എന്നിട്ട് ഈ കിടന്ന സമയത്ത് ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ആലോചിക്കൂല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്പം തന്നെ ഉറങ്ങത്തില്ലല്ലോ, ഒന്ന് ആലോചിക്കും. അപ്പോൾ കിട്ടില്ലെങ്കിൽ നമ്മൾ ഓടും. ഞാൻ പുറത്തിൻ്റെ അടിയിൽ നിന്ന് എണീറ്റിട്ട് ലേറ്റിട്ട് വീണ്ടും ഇരുന്നില്ലെങ്കിൽ ആ സാധനം പേപ്പറിലൊന്ന് പോയി നോക്കും. ഒന്ന് നോക്കിയിട്ട് അത് വീണ്ടും എൻ്റെ തലയിലേക്ക് കയറ്റിയിട്ട് എന്നാൽ ആ സമാധാനമുള്ളൂ മക്കളെ. എനിക്ക് അങ്ങനെയാണ്, ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നിങ്ങളങ്ങനെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് എന്നാലും ഒരു സമാധാനമുള്ളൂ. അത് പഠിക്കണം. അതേപോലെ നിങ്ങളുടെ ഉറക്കം കിടത്തട്ടെ. നിങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ കിടക്കണം. പഠിച്ച കാര്യങ്ങൾ ഒരു സമാധാനത്തോടെ നിങ്ങളുടെ മൈൻഡിലുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങാമോളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നാണ് അത് കാണിച്ചു തരുന്നത്. അപ്പോൾ അത്രയും എഫേർട്ട് മക്കൾ അവിടെ ഇടണം. അത്ര എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് എഫേർട്ട്. അപ്പോൾ എന്തായാലും എല്ലാ കുട്ടികൾക്കും, ഈ അറ്റംപ്റ്റിൽ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ എഫേർട്ടിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടട്ടെ. നന്നായിട്ട് എഫേർട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയിപ്പോൾ എക്കണോമിക്സിൽ നല്ല മാർക്ക് മേടിക്കാൻ നോക്കുക. മാക്സിമം അഗ്രഗേറ്റ് എക്കണോമിക്സിൽ തന്നെ തൂക്കുക.
അങ്ങനെയാണെങ്കിൽ ബാക്കി സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പാളിച്ച് സംഭവിച്ചാലും നമുക്ക് എക്കണോമിക്സിന് അത് കോമ്പൻസേറ്റ് ചെയ്തോളും. അപ്പോൾ മാക്സിമം അഗ്രഗേറ്റ്, ഇപ്പോഴും ഞാൻ പറയേണ്ട അഗ്രഗേറ്റ് അല്ലെങ്കിൽ എക്സംഷൻ അത് അടിക്കാതെ ഒരൊറ്റ എണ്ണം ഇങ്ങോട്ട് വന്നേക്കരുത്. എന്തായാലും അടിപൊളിയായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. യെസ്, അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ ഇൻ്ററിലായി സാർ, ഞാൻ ഇൻ്ററിലേക്ക് കയറി സാർ എന്ന് പറയത്തക്ക രീതിയിൽ ഇരുന്ന് പഠിക്കുക. അങ്ങനെ എല്ലാവരും കയറട്ടെ, എല്ലാവരും അങ്ങനെ പഠിക്കട്ടെ, എല്ലാവർക്കും ആ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കാനുള്ള ഒരു ഇത് വരട്ടെ കേട്ടോ. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ ബൈ.